ഹൈറേഞ്ചിന്റെ ആദ്യ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന സ്പാനിഷ് കർമ്മലീത്ത മിഷണറിയും മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയുടെ സ്ഥാപകനുമായ ഫാദർ അൽഫോൺസിന്റെ 110-ാം ചരമവാർഷികം മെയ് 23-ന് ആചരിക്കുന്നു. തോട്ടം തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾക്കായി മൂന്നാറിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയം സ്ഥാപിക്കുക എന്നതായിരുന്നു സ്പാനിഷ്കാരനായ ഫാദർ അൽഫോൺസിന്റെ പ്രധാന മിഷൻ. റോഡുകളോ യാത്രാ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് കഠിനമായ വന്യമൃഗശല്യവും കരിമ്പനി ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളും നിറഞ്ഞതായിരുന്നു മൂന്നാറിലെ അന്നത്തെ സാഹചര്യം. പ്രദേശത്തെ മിഷണറി പ്രവർത്തനങ്ങൾക്കിടയിൽ ബ്ലാക്ക് മലേറിയ ബാധിച്ച് 1916 മെയ് 23-നാണ് അദ്ദേഹം അന്തരിച്ചത്. സ്പെയിനിലെ ബിൽബാവോ രൂപതയിലെ ബിസ്കെ പ്രവിശ്യയിലുള്ള ഷെമൈൻ ബാരിനാഗ ഗ്രാമത്തിൽ ഹാവിയർ ഉർക്കിയോളുടെയും തിബൂഷിയുടെയും 7ാമത്തെ മകനായി 1854 മാർച്ച് 1-നാണ് ഹുവാൻ ആഞ്ചൽ എന്ന അൽഫോൺസ് ജനിച്ചത്. 1876-ൽ അദ്ദേഹം കർമ്മലീത്ത മിഷണറിയായി വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് 1883-ൽ മറ്റ് 9 വൈദികർക്കൊപ്പം അദ്ദേഹം വരാപ്പുഴ രൂപതയിലെ പള്ളിപ്പുറത്ത് എത്തിച്ചേർന്നു. മിഷണറി പ്രവർത്തനങ്ങളോടുള്ള തീക്ഷ്ണമായ ആഗ്രഹത്താൽ 1894-ൽ പള്ളിപ്പുറത്തു നിന്നും പുറപ്പെട്ട ഫാദർ അൽഫോൺസ് കഠിനമായ കാൽനട യാത്രയിലൂടെ 80 മൈലിലധികം സഞ്ചരിച്ചാണ് മൂന്നാറിലെത്തിയത്. 1898-ൽ അദ്ദേഹം മൗണ്ട് കാർമൽ ദേവാലയം സ്ഥാപിച്ചു. ഹൈറേഞ്ചിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയമാണിത്. ഹൈറേഞ്ചിലുടനീളം സഭയുടെ സാന്നിധ്യം വ്യാപിപ്പിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച അദ്ദേഹം ഒടുവിൽ കരിമ്പനി ബാധിച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മരണശേഷം അദ്ദേഹം പണി കഴിപ്പിച്ച ദേവാലയത്തിനുള്ളിൽ തന്നെയാണ് ഭൗതിക ശരീരം അടക്കിയത്. അദ്ദേഹത്തിന്റെ കല്ലറ ഇന്നും ഈ ബസിലിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. ഒട്ടേറെ പേരാണ് ദിവസവും കല്ലറയിലെത്തി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത്. ഫാദർ അൽഫോൺസ് സ്ഥാപിച്ച ഈ ചരിത്രപ്രസിദ്ധമായ ദേവാലയം അടുത്തിടെ 125-ാം വാർഷികം ആഘോഷിച്ചിരുന്നു. പശ്ചിമഘട്ടത്തിലെ പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രവും ആത്മീയ ചരിത്രത്തിന്റെ കേന്ദ്രസ്തംഭവുമായ ഈ ദേവാലയത്തെ 2024-ലാണ് ഔദ്യോഗികമായി മൈനർ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തിയത്.